പ്രിയപ്പെട്ടവരെ നമസ്കാരം. വലിയ സ്നേഹ നമസ്കാരം. പലരും സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ അതല്ലെങ്കിൽ ബൈച്ചേട്ട കാണാറില്ലല്ലോ ഇപ്പോൾ ചാനലിൽ ഒട്ടും, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിക്കുന്ന, നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന, എൻ്റെ തീവ്ര നിലപാടുകളെ സ്നേഹിക്കുന്ന, വെള്ളം ചേർക്കാത്ത എന്തും പച്ചയ്ക്ക് അതേ ഭാഷയിൽ പറയുന്ന ആ ഭാഷാ ശൈലിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, അതിൽ ആയിരക്കണക്കിന് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് വ്യക്തിപരമായിട്ട് ചാനൽ നമ്പറിലും പേഴ്സണൽ നമ്പറിലും ഒക്കെ ചോദിച്ചുകൊണ്ട് സംശയം ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയാണ് ഈ ഒരു വീഡിയോ അവർക്ക് മുൻപിലേക്ക് വെക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ മാത്രമായിരുന്നു എന്നും എക്കാലവും മുന്നോട്ട് പോയിട്ടുള്ളത്. അത് കുട്ടിക്കാലത്താണെങ്കിലും അതിനുശേഷം യുവാവായിരുന്ന ആ പഠിക്കുന്ന സമയമാണെങ്കിലും പഠനശേഷം ജോലിയിലേക്ക് പ്രവേശിച്ച സമയമാണെങ്കിലും ജോലിയിൽ വ്യാപൃതനായി നടക്കുന്ന ആ സമയമാണെങ്കിലും ഇന്നിപ്പോൾ ആ ജോലിയെല്ലാം വിട്ടുകൊണ്ട് അതല്ലെങ്കിൽ ആ ബിസിനസ് സംവിധാനങ്ങളെല്ലാം വിട്ടുകൊണ്ട് ഈ ചാനൽ മേഖലയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണെങ്കിലും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും തന്നെയാണ് നമ്മൾ ഈ ഒരു തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ എന്ന ചോദ്യം അർത്ഥവത്താക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല എന്നെ ചാനലിൽ കാണാത്തത്. നോക്കൂ, നമ്മൾ സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി എന്ത് പറഞ്ഞാലും വാ തുറന്ന് ശബ്ദിക്കുന്നവനെ, ഉച്ചത്തിൽ അതേ ഭാഷയിൽ ശബ്ദിക്കുന്നവനെ കൃത്യമായിട്ടും നിശബ്ദനാക്കുക എന്ന ആ ഒരു പിണറായിസം ഉണ്ടല്ലോ, പിണറായിസം എന്ന് പറയുന്ന ആ ദുഷ്ടതയുണ്ടല്ലോ, കമ്മ്യൂണിസം എന്ന് പറയുന്ന കൊടും ഭീകരതയുണ്ടല്ലോ, ആ ഭീകരതയുടെ വലിയൊരു ഇരയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഒട്ടേറെ കേസുകൾ തന്നുകൊണ്ടും ഒരുപാട് തവണ ജയിലിൽ അടച്ചുകൊണ്ടും അവർ നമ്മളെ നിശബ്ദനാക്കാൻ വേണ്ടി നോക്കി. പക്ഷേ നമ്മൾ നിശബ്ദത പാലിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ കേസുകളുടെ എണ്ണം പെരുകി സർക്കാർ തലത്തിൽ ഇങ്ങനെ കിട്ടുകയാണ്. ഇന്ന് തന്നെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു കേസാണ്. ഇന്ന് ഞാനത് സെറ്റിൽ ചെയ്തു. കാരണം 10,000 രൂപയാണ് അതിന് ചെലവഴിക്കേണ്ടി വന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബിന്ദു മിനിസ്റ്റർ ഉണ്ടല്ലോ, ബിന്ദു മിനിസ്റ്ററിനെ പെണ്ണും പിള്ളേ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്തപ്പോഴേക്കും അത് വലിയ കുറ്റമായി. പരനാറി, കടക്ക് പുറത്ത്, ചെറ്റ എന്നുള്ള നികൃഷ്ട ജീവി, അങ്ങനെ ഒട്ടേറെ മലയാള പദങ്ങൾ ഈ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള, മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള പിണറായി വിജയനും ഈ മണി എന്ന് വിളിക്കുന്ന MM മണി എന്ന് വിളിക്കുന്നവൻ്റെ നാടൻ ഭാഷയൊക്കെ കേട്ടിട്ടുള്ള, നോക്കൂ, എൻ്റെ ശൈലി ഇത് തന്നെയാണ്. ബഹുമാനിക്കേണ്ടവനെ നമ്മൾ കൃത്യമായിട്ടും ബഹുമാനിക്കും, ആദരിക്കേണ്ടവനെ നമ്മൾ കൃത്യമായിട്ടും ആദരിക്കും, അല്ലാത്തവനെ പുച്ഛിക്കേണ്ടവനെ നമ്മൾ പുച്ഛിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് MM മണി ആയാലും പിണറായി വിജയനായാലും ഇനി ഇവൻ്റെയൊക്കെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനായി കഴിഞ്ഞാലും പറയേണ്ടവനെ വിളിക്കേണ്ടവനെ അതേ ഭാഷയിൽ തന്നെയേ വിളിക്കുകയുള്ളൂ. അതാണ് ഇന്നിൻ്റെ ആവശ്യം എന്നുള്ളത് മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര തീക്ഷ്ണമായിട്ടുള്ള വാക്കുകൾ, തീവ്രമായിട്ടുള്ള നിലപാടുകൾ, വാക്കുകൾ എന്തിനാണ് പ്രയോഗിക്കുന്നത്? കൃത്യമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്ത് ലളിതമായിട്ട് സംസാരിച്ചുകൂടെ എന്നുള്ളത്. നോക്കൂ, ഇന്ന് ലളിതമായിട്ട് സംസാരിച്ചാൽ മനസ്സിലാവുന്ന, തലച്ചോറിലേക്ക് കയറുന്ന എത്ര ഹിന്ദുക്കൾ ഈ നാട്ടിലുണ്ട്? ഇല്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഇത്ര കണ്ട് തീവ്രമായിട്ട് സംസാരിക്കുമ്പോൾ പോലും തലച്ചോറിലേക്ക് കയറാത്ത ഹിന്ദുവിനോട്, എടാ ഹിന്ദുവേ, നീ ഒന്ന് നന്നാവണേ, നീ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണേ, കേരളത്തിൽ നടക്കുന്ന ഇസ്ലാമിക ജിഹാദിവൽക്കരണം നീ മനസ്സിലാക്കണേ, മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഹിന്ദുക്കളെ ക്രൂശിക്കുന്നത് നീ മനസ്സിലാക്കണേ, ക്രിസ്ത്യാനികൾ അവൻ്റെയൊക്കെ തടി രക്ഷപ്പെടുത്തും, നീ ഒറ്റപ്പെട്ടു പോവും കെട്ടോടാ എന്നൊക്കെ സ്നേഹത്തോടെ ചിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹിന്ദുക്കളായിരിക്കും അത് മനസ്സിലാക്കുക? ഇല്ലെന്നേ. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ നടക്കുന്ന തീവ്രമായിട്ടുള്ള, തീക്ഷ്ണമായിട്ട് നടക്കുന്ന, കൃത്യമായിട്ട് നടക്കുന്ന, തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് നമ്മൾ അതേ ഭാഷയിൽ തന്നെ വിളിച്ചു പറയുന്നത്. അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് കിട്ടുന്നതെന്നറിയാമോ? ഇപ്പോൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദുവിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, ഹിന്ദുവിന് വേറെ രക്ഷകർ വേറെ ഇല്ല എന്നുള്ളതും, ഹിന്ദുവിന് ആകെ രക്ഷകർ RSSും BJPയും ഹിന്ദു സംഘടനകളും മാത്രമേ ഉള്ളൂ എന്നും ഹിന്ദുവിന് മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലാക്കുന്ന ആ പോയിന്റ് തന്നെയാണ് ഞങ്ങളെപ്പോലത്തെയുള്ള ആളുകളുടെ വിജയം എന്ന് പറയേണ്ടതുണ്ട്. ഹിന്ദുക്കൾ ഇന്ന് ഉണർന്നിട്ടുണ്ട്, ഹിന്ദുക്കൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള നാളുകളിൽ ഒരു 1921 ഈ കേരളത്തിൽ, മലബാറിൽ സംഭവിച്ചത് കേരളത്തിൽ ഉടനീളം സംഭവിക്കാതിരിക്കുകയുള്ളൂ. ഇനിയും ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ വരും തലമുറ എങ്ങനെയായിരിക്കും അനുഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ടും ഹിന്ദു മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമ്മുടെയൊക്കെ ഈ തീവ്രമായിട്ടുള്ള, തീക്ഷ്ണമായിട്ടുള്ള ഈ വാക്കുകൾ കൊണ്ട് തന്നെയാണ്. ഞാൻ നിങ്ങളെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, വിഷയത്തിലേക്ക് വരാം. നോക്കൂ, വീഡിയോകളുടെ എണ്ണം കുറച്ചതാണ്, മറ്റൊന്നുകൊണ്ടുമല്ല. ഒരുപാട് കേസുകൾ സർക്കാർ തലത്തിൽ പിണറായിസത്തിലൂടെ ഇവിടെ
ഇവിടുത്തെ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്നു. ഇന്ന് തന്നെ ബിന്ദു മിനിസ്റ്ററെ പെണ്ണും പിള്ള എന്ന് വിളിച്ച് എന്തിലാണെന്നറിയാമോ? വേടൻ എന്ന് പറയുന്ന ആഭാസനായിട്ടുള്ള ബലാത്സംഗ വീരനായിട്ടുള്ള കഞ്ചാവും മയക്കുമരുന്നും അടിച്ചു നടക്കുന്ന ഒരുത്തനെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ബിന്ദു മിനിസ്റ്റർ പ്രകീർത്തിച്ചങ്ങോട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെതിരെ നമ്മൾ പ്രതികരിച്ചു. ആ പ്രതികരിച്ച സമയത്ത് ബിന്ദു മിനിസ്റ്ററെ പെണ്ണും പിള്ളയെന്നൊന്ന് വിളിച്ചങ്ങോട്ട് പോയി. ഓ നികൃഷ്ടജീവി, ചെറ്റ, കടക്കുപുറത്ത്, കുലംകുത്തി എന്നുള്ള ഒട്ടേറെ വാക്കുകളൊന്നും ഈ നാട്ടിൽ പ്രശ്നാധിഷ്ഠിത വാക്കുകളല്ല. ഈ നാട്ടിൽ ഒരു സ്ത്രീയെ പെണ്ണും പിള്ളയെന്ന് വിളിക്കാൻ പാടില്ല അത്രേ. നമ്മളൊക്കെ നമ്മുടെ എം മണി എന്ന് പറയുന്ന അവന്റെ ആ നാടൻ ഭാഷാ ശൈലി ഉപയോഗിക്കുകയാണെങ്കിൽ പെണ്ണും പിള്ള എന്ന് പറയുന്ന വാക്കിന് എന്താണ് കുറ്റം? അതിന് ഇന്ന് കോടതിയിൽ 9,000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വന്നു. വക്കീൽ ചിലവടക്കം 10,000 രൂപ ഇന്ന് അടച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ ഒട്ടേറെ കേസുകളുണ്ട്. 10-ലധികം കേസുകൾ ഇനിയും നമ്മൾക്ക് ഒഴിവാക്കാനുണ്ട്. അത് ഫൈൻ അടച്ചിട്ടായാലും വേണ്ടില്ല, കേസ് നടത്തിയിട്ടായാലും വേണ്ടില്ല. നമ്മൾക്ക് അറിയാമല്ലോ, ഒരു കേസ് നടത്തണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം വർഷം നടത്തണമെന്നറിയാമോ? ജുഡീഷ്യറിയെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കേസുകളുള്ള കൂട്ടത്തിൽ പുതിയ പുതിയ കേസുകൾ പരിഗണിക്കുമ്പോഴേക്കും 10, 12, 13, 14, 15 വർഷങ്ങൾ വരും. ആ വർഷങ്ങൾ വരെ കാത്തിരിക്കുമ്പോഴേക്കും നമ്മൾക്ക് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം എന്ന രീതിയിൽ ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഓരോ കേസിനും 10,000 ആയാലും വേണ്ടില്ല, 20,000 വേണ്ടില്ല, ഫൈൻ അടച്ചുകൊണ്ട് ഒഴിവാക്കുക എന്ന ആ ഒരു സംവിധാനത്തിലൂടെ കുറെ കേസുകൾ ഒഴിവാക്കി. പക്ഷേ അതിലും നിൽക്കുന്നില്ല. നമ്മൾ നാടൻ പ്രയോഗത്തിൽ ഞങ്ങൾ മലപ്പുറംകാർ പറയും, മഞ്ഞൾപ്പൊടിയിൽ നിൽക്കുന്ന കേസല്ല ഇത്, മഞ്ഞൾപ്പൊടിയിൽ നിൽക്കില്ല. അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയിൽ നിൽക്കുന്നില്ല. ഇനി നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് സഹായിക്കാൻ എൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നു മുതൽ 2018 ശേഷം ഞാൻ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതിന് ശേഷം ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും എനിക്ക് ആകെയുള്ളത് എൻ്റെ ഈ മാന്യ പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ മാന്യ പ്രേക്ഷകരോട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പച്ചയ്ക്ക് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല, അതിൽ നാണവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മുടെ ബന്ധുജനങ്ങളോട്, സുഹൃത്തുക്കളോട് നമ്മുടെ അവസ്ഥ പറയാൻ എന്തിനാണ് നമ്മൾ നാണിക്കുന്നത്? എന്തിനാണ് നമ്മൾ അഭിമാനം നോക്കുന്നത്? അതുകൊണ്ട് എനിക്ക് ഈ കേസുകളെല്ലാം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഇനിയും ആവശ്യമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിയമത്തിന്റെ വശങ്ങൾ അറിയുന്ന ആളുകൾക്ക്, നമ്മൾ എത്രത്തോളമാണ് ഫൈൻ അടച്ചുകൊണ്ട് നമ്മൾ കേസുകൾ ഒഴിവാക്കുക. അതുകൊണ്ട് ഫൈൻ അടച്ചുകൊണ്ട് കേസ് ഒഴിവാക്കുക എന്നുള്ളത് ഒരു ബുദ്ധിയല്ല. ആ ബുദ്ധിയിലൂടെ പോവല്ലേ ബൈജു എന്നുള്ള നിയമ സംവിധാനത്തിൽ നിന്നുള്ള ഉപദേശം കൊണ്ട് തന്നെ ഇതെല്ലാം ഹൈക്കോടതി അതല്ലെങ്കിൽ സുപ്രീം കോടതി അടക്കമുള്ള കോടതികൾ നമുക്ക് ക്വാഷ് ചെയ്യാനുള്ള, തള്ളിക്കളയാൻ വേണ്ടി, ഇതിലൊന്നും കഴമ്പില്ല, നമ്മളെ പെടുത്താൻ വേണ്ടി, നമ്മുടെ വായ അടപ്പിക്കാൻ വേണ്ടി, നമ്മളെ നിശബ്ദനാക്കാൻ വേണ്ടി ഈ പിണറായിസം അതല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ദുഷ്ടന്മാർ ചെയ്യുന്ന ദുഷ്ടത്തരമാണ് എന്ന് കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് ക്വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഓരോ വേളയിൽ തന്നെയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ആവശ്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ നൂലാമാലകളിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എനിക്ക് സഹായം ചോദിക്കാൻ മറ്റാരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മളൊക്കെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ, ഓ നിനക്ക് എന്തിൻ്റെ കേടാ, നിന്നെ സഹായിക്കാനോ, നിനക്കതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പുച്ഛിക്കുന്ന ബന്ധുക്കളും നമ്മുടെ നാട്ടിലെ പരിചയക്കാരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ബന്ധുജനങ്ങളും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ മാന്യ പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കണമെന്ന് വലിയ വലിയ അപേക്ഷയോടുകൂടി തന്നെ പറയുകയാണ്. അതിൽ എനിക്കൊരു നാണവുമില്ല, അഭിമാനക്ഷതവുമില്ല. എൻ്റെ അവസ്ഥ നിങ്ങളോട് തുറന്നു പറയാതെ യാതൊരു രക്ഷയുമില്ല. മുന്നോട്ട് പോവേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. GPay നമ്പർ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പറ്റാവുന്നവർ പറ്റാവുന്ന രീതിയിൽ സഹായിക്കുക. നിങ്ങളുടെ ചെറിയ ചെറിയ സഹായങ്ങൾ അത് വലിയ സഹായമായിട്ട് എനിക്ക് മാറും. വല്ലാതെ വേറെ രക്ഷയില്ല. കാരണം 10,000, 20,000 എടുത്തുകൊണ്ട് ഓരോ മാസവും ഓരോ കേസുകൾ എനിക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. ഇതുവരെ ഞാൻ നടത്തി. 2018 ശേഷം ഏകദേശം 8-9 വർഷത്തോളം ഞാൻ നടത്തി കേസുകൾ. 2014 ശേഷം നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയാണ് ഞാൻ ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. വെറും കമ്മ്യൂണിസ്റ്റ് അടിമയായിരുന്ന എൻ്റെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അത് വലിയൊരു തെറ്റായിട്ടാണ് എൻ്റെ കുടുംബങ്ങളും എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കളും എല്ലാ നാട്ടുകാരും പറയുന്നത്. പക്ഷേ എനിക്കതൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. എനിക്കതൊരു അഭിമാനമായിട്ടേ തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ അഭിമാനം കാക്കാൻ വേണ്ടി ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. 2014 ശേഷം എനിക്ക് വന്നിട്ടുള്ള കേസുകളുടെ എണ്ണമൊക്കെ
കേട്ട് കഴിഞ്ഞാൽ അന്തം വിട്ടുപോകും. നമ്മൾ കെ സുരേന്ദ്രൻജിയുടെയും മറ്റൊട്ടേറെ നേതാക്കന്മാരുടെയൊക്കെ കേസുകളുടെ എണ്ണമൊക്കെ നമ്മൾക്കറിയാം. അവർ രാഷ്ട്രീയ നേതാക്കന്മാരായതുകൊണ്ട് തന്നെ അവരുടെ കേസുകൾ നടത്താൻ സംഘടനകളും മറ്റ് വ്യക്തികളുമൊക്കെ സഹായിച്ചു എന്ന് വരാം, അതല്ലെങ്കിൽ മറ്റു ഒരുപാട് ആളുകൾ സഹായിച്ചെന്ന് വരാം. പക്ഷെ നമ്മളെപ്പോലെയുള്ളൊരു സാധാരണക്കാരന് സഹായിക്കാൻ നിങ്ങളോട് മാത്രമേ സഹായം അഭ്യർത്ഥിക്കാനുള്ളൂ. അതുകൊണ്ട് മാക്സിമം ആളുകൾ സഹായിക്കണമെന്ന വലിയ അപേക്ഷയാണ് ഈ വീഡിയോയിൽ വെക്കുന്നത്. എൻ്റെ ലൈഫ് സ്റ്റോറി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. തീർത്തും കമ്മ്യൂണിസ്റ്റ് അടിമ കുടുംബത്തിൽ തന്നെയാണ് എൻ്റെയും ജനനം. എൻ്റെ അച്ഛൻ 2013 മരിക്കുന്നത് വരെ അച്ഛനെ അനുസരിച്ച് ജീവിക്കേണ്ടി വന്നൊരു മകനായിരുന്നു. അതുകൊണ്ട് തന്നെ 2013 ശേഷം അച്ഛൻ മരിക്കുന്നു. അതിനുശേഷം മാത്രമാണ് ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അപ്പോഴേക്കും നരേന്ദ്രമോദിജി ഭരണത്തിൽ വരുന്നു. അതുവരെ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ശ്രീ രവിശങ്കർ ഗുരുജിയുടെ ആ പ്രസ്ഥാനത്തിൽ എന്നാൽ കഴിയുന്ന സേവനങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം അച്ഛൻ മരിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടും ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ അനുഭവിച്ചിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ മലബാർ കലാപത്തിൽ നമ്മുടെ പിതാമഹന്മാർ അനുഭവിച്ചതിനേക്കാൾ വലിയ തീക്ഷ്ണതയുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വാക്കുകൾക്ക് തീക്ഷ്ണത കൂടുന്നത്, തീവ്രത കൂടുന്നത്. മുസ്ലിങ്ങൾ തീവ്രവാദികളാണെങ്കിൽ അവർക്ക് തീവ്രവാദം നടത്താമെന്നുണ്ടെങ്കിൽ, തീവ്രവാദ സംസാരം പ്രവൃത്തിയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ, എൻ്റെ രാജ്യത്തിന് വേണ്ടി ആ നടത്തുന്ന തീവ്രവാദികളെ പച്ചയ്ക്ക് പറയാനും, കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളായാലും കോൺഗ്രസ് രാജ്യദ്രോഹികളായാലും അവരെ പച്ചയ്ക്ക് തുറന്നു കാട്ടാനും ഇതേ ഭാഷയിൽ ഇതേ തീവ്രമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ രക്തം ആ രക്തമാണ്. അതല്ലാതെ എല്ലാം അനുഭവിച്ച് ഇടത് കവിളിൽ കിട്ടുമ്പോൾ വലത് കവിള് കാട്ടിക്കൊടുക്കുന്ന ആ ഗാന്ധി എന്ന് പറയുന്ന അയാളുടെ പാരമ്പര്യമല്ല എനിക്കുള്ളത്. തീവ്ര ഹിന്ദുത്വത്തിന്റെ പാരമ്പര്യം മാത്രമാണ് എനിക്ക് താല്പര്യം. അത് തന്നെയാണ് എൻ്റെ രക്തത്തിലുള്ളത്. ആ ചൂട് പിടിച്ച രക്തത്തിലൂന്നിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ പേ നമ്പർ ഈ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആളുകൾ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിക്കുന്നു. നോക്കൂ, ഒരുപാട് കേസുകൾ വരുമ്പോൾ, ഒരുപാട് കേസ് നിബന്ധനകൾ വരുമ്പോൾ നമ്മൾക്ക് ചില സമയത്ത് മൗനം പാലിക്കേണ്ടി വരും. കാരണം നമ്മൾ പല കേസുകളിലും ജാമ്യം എടുക്കുമ്പോൾ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും, 3 മാസം ഓരോ കേസിനും 3 മാസം വെച്ചിട്ട് നമുക്ക് ജാമ്യ നിബന്ധനകൾ ഉണ്ടായിരിക്കും. ആ നിബന്ധനകൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാമ്യം ക്യാൻസൽ ആവും. അത്തരത്തിൽ ഒരുപാട് ജയിൽവാസം അനുഭവിച്ചിട്ടായാലും വേണ്ടില്ല, എന്തൊക്കെ അനുഭവിച്ചിട്ടായാലും വേണ്ടില്ല, ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു കൂട്ടമുണ്ടല്ലോ, ആ കൂട്ടത്തിനെ ഏകീകരിക്കാൻ വേണ്ടി ഇസ്ലാമിക ജിഹാദികളുടെയും കമ്മ്യൂണിസ്റ്റ് ദുഷ്ടന്മാരുടെയും കോൺഗ്രസ് ദുഷ്ടന്മാരുടെയും രാജ്യദ്രോഹികളെയും പച്ചയ്ക്ക് തുറന്നു കാട്ടുക വഴി ഇന്ന് ഹിന്ദു മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു, ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഉത്തരം മെയ് 4-ാം തീയതി കിട്ടുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എന്നോട് പറയുന്ന ആളുകളുണ്ട്, എന്തിനാണ് ഇത്ര തീവ്രമായിട്ട്, എന്തിനാണ് ഇത്ര തീക്ഷ്ണമായിട്ട് സംസാരിക്കുന്നത്, എന്തിനാണ് മുസ്ലിങ്ങൾ എല്ലാവരും കുറ്റക്കാരല്ല, എല്ലാവരും തീവ്രവാദികളല്ല എന്നുള്ളത്. മുസ്ലിങ്ങളെല്ലാം മദ്രസയിൽ പോയവന്മാർ തന്നെയാണ്. ആ മദ്രസ കിതാബിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മുസൽമാൻ ഇസ്രയേലിനെ മഹത്വവൽക്കരിക്കുമോ, ഇറാനെ തള്ളിക്കളയുമോ? എന്താ സൗദി അറേബ്യ അടക്കമുള്ള UAE അടക്കമുള്ള ഒരുപാട് അറബ് രാജ്യങ്ങളെയൊക്കെ ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ലക്ഷക്കണക്കിന് പ്രവാസികളുള്ള മലയാളികൾ ഈ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നില്ലേ? എന്നിട്ടും ഇറാൻ എന്ന് പറയുന്ന ആ മുസ്ലിം രാജ്യം ഈ മറ്റ് മുസ്ലിം രാജ്യങ്ങളെ, എന്തിനേറെ ഇവന്റെയൊക്കെ മക്കയും മദീനയൊക്കെ നിൽക്കുന്ന സൗദിക്കെതിരെ പോലും ആക്രമണം അഴിച്ചു വിട്ടിട്ട് പോലും എന്തേ ഇറാനെ തള്ളിപ്പറയാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് നല്ല മുസ്ലിങ്ങളുണ്ടോ ചീത്ത മുസ്ലിങ്ങളുണ്ടോ, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്നൊക്കെ ആ ഒരു നിസാരവൽക്കരിച്ച് ബാലൻസിങ്ങിന് വേണ്ടി പറയുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ഈ ഒരു ചോദ്യം ഇടുകയാണ്, ഇറാനെ എന്തേ ഇവരാരും തള്ളിപ്പറയുന്നില്ല? എന്തേ ഇസ്രായേലിനെതിരെ കാട്ടിക്കൂട്ടിയ ഹമാസ് എന്ന് പറയുന്ന ദുഷ്ടന്മാർ, പലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യം ഊട്ടി വളർത്തിയിട്ടുള്ള ഈ ഹമാസ് ഭീകരന്മാർ കാട്ടിക്കൂട്ടിയ കൊടും ദുഷ്ടത നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഗുജറാത്ത് കലാപത്തെക്കുറിച്ച്. പക്ഷേ ഗുജറാത്ത് കലാപത്തിലേക്ക് നയിച്ച ഗോത്ര സംഭവം ആരും പറയില്ല. 50-ന് മുകളിൽ സന്യാസിമാരെ തീവണ്ടിയുടെ ബോഗിയിലിട്ടുകൊണ്ട് കത്തിച്ചു കൊന്ന ഗോത്ര സംഭവം പറയില്ല. പക്ഷേ ഗുജറാത്ത് സംഭവം പറയും. ഗോത്ര സംഭവത്തിന് തിരിച്ചടിയായിക്കൊണ്ട് ഉണർന്ന ഹിന്ദുക്കൾ കൃത്യമായിട്ട് പ്രതികാരം വീട്ടി. അതായിരുന്നു ഗുജറാത്ത് സംഭവം. അതിനെ പൊക്കി പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്രയേൽ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യം, നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ പോലും ആ വിസ്തീർണമില്ലാത്തൊരു കുഞ്ഞു രാജ്യത്തെ ഈ പറയുന്ന പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഹമാസ് എന്ന് പറയുന്ന മുസ്ലിം കൊടും ഭീകരന്മാരെ അഴിച്ചു വിട്ടുകൊണ്ട് 100 ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയതും ദുഷ്ടത്തരം കാട്ടിയതും ആരും പറയില്ല. പക്ഷേ ഇങ്ങോട്ട് കിട്ടുമ്പോൾ തിരിച്ച് ഇസ്രയേൽ കൊടുക്കുമ്പോൾ അതിന് മോങ്ങിക്കരഞ്ഞ് കാറി എടുക്കുന്ന ഏതെങ്കിലും മുസ്ലിം
നാമധാരി ഈ ഇസ്രയേലിന് സംഭവിച്ചിട്ടുള്ള ദാരുണത പറയുമോ? ഈ ഇസ്രയേലിന് സംഭവിച്ച ദാരുണതയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള ഈ പലസ്തീനെയും ഹമാസിനെയും കുറ്റപ്പെടുത്തി തള്ളി പറയുമോ? ഇല്ലെന്നേ. അത് തന്നെയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം മറ്റു മുസ്ലിം രാജ്യങ്ങളെ ആക്രമിച്ചാലും ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, പ്രവാസികൾ എന്ന പേരിൽ ഇവരൊക്കെ ചത്തൊടുങ്ങിക്കഴിഞ്ഞാലും ഞങ്ങൾ ഇറാനെ കുറ്റപ്പെടുത്തില്ല എന്ന് പറയുന്ന മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾ എങ്ങനെയാണ് നല്ല മുസ്ലിങ്ങളാവുന്നത്? ആ മുസ്ലിങ്ങൾ എങ്ങനെയാണ് നല്ലതും ചീത്തതും എന്ന ആ വേർതിരിവപ്പെടുക? അതുകൊണ്ട് സത്യം സത്യമായി, ധർമ്മം ധർമ്മമായി പച്ചയ്ക്ക് പറയുമ്പോൾ, അതേ ഭാഷയിൽ പറയുമ്പോൾ എനിക്കെതിരെ ഒരുപാട് ശരങ്ങൾ, ഒരുപാട് ചതികൾ, ഒരുപാട് തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ആ അനുഭവം തരണം ചെയ്യാൻ നിങ്ങളുടെ സഹായം നിർബന്ധമാണ്. എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല. അതിനെനിക്ക് നിങ്ങളുടെ അടുത്ത് അഭ്യർത്ഥിക്കാൻ യാതൊരു മടിയുമില്ല. അതുകൊണ്ട് വീണ്ടും പറയുന്നു, അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും. GPay നമ്പർ ഈ വീഡിയോ ഈ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക, അല്ലാത്തവന്മാർ ഒരു ഷെയറെങ്കിലും ചെയ്യുക. മാത്രമല്ല ജിഹാദികളെ, നിങ്ങൾ ഇതിനെതിരെ കമൻ്റ് ഇട്ട് ഇതിനടിയിൽ മെഴുകുക. അങ്ങനെയെങ്കിൽ ഈ വീഡിയോക്ക് റീച്ച് കിട്ടിക്കൊണ്ട് പൈസ, അതിലൂടെയും കുറച്ച് പൈസ എനിക്ക് കിട്ടും. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, സഹായിക്കുക, സഹായിക്കണമെന്ന അപേക്ഷ വെക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.